തൃശൂർ ജില്ലയിലെ മുണ്ടത്തിക്കോട് പ്രദേശത്തെ വെടിക്കെട്ടുപുരയിലുണ്ടായ ഭീകരസ്ഫോടനം കേരളത്തെ നടുക്കിയിരിക്കുകയാണ്. പ്രാഥമിക റിപ്പോർട്ടുകൾ പ്രകാരം 13 പേർ മരണപ്പെടുകയും നിരവധി പേർക്ക് ഗുരുതരമായി പരിക്കേൽക്കുകയും ചെയ്തു. അപകടത്തിന്റെ തീവ്രത കണക്കിലെടുത്ത് ഇത് സമീപകാലത്തെ ഏറ്റവും വലിയ വെടിക്കെട്ട് ദുരന്തങ്ങളിലൊന്നായി വിലയിരുത്തപ്പെടുന്നു. സംഭവത്തിനു പിന്നാലെ രക്ഷാപ്രവർത്തനങ്ങൾ ശക്തമായി തുടരുകയാണ്. വെടിക്കെട്ടിനായി സംഭരിച്ചിരുന്ന പൊട്ടാഷ്യവും മറ്റ് സ്ഫോടക വസ്തുക്കളുമാണ് അപകടത്തിന് കാരണമായതെന്നാണ് പ്രാഥമിക നിഗമനം. വെടിക്കെട്ടുപുരയിൽ സൂക്ഷിച്ചിരുന്ന വൻതോതിലുള്ള സ്ഫോടക വസ്തുക്കൾ ഒരേ സമയം പൊട്ടിത്തെറിച്ചതോടെ ശക്തമായ തീപിടുത്തവും ശബ്ദവിസ്ഫോടനവുമുണ്ടായി. സമീപത്തുണ്ടായിരുന്നവർക്ക് രക്ഷപ്പെടാൻ പോലും സമയം ലഭിക്കാതെ ദുരന്തം അരങ്ങേറുകയായിരുന്നു. സംഭവസമയത്ത് പുരയിൽ ജോലി ചെയ്തിരുന്ന തൊഴിലാളികളും സമീപവാസികളും അപകടത്തിൽപ്പെട്ടവരിൽ ഉൾപ്പെടുന്നു. സ്ഫോടനത്തിന്റെ ആഘാതത്തിൽ സമീപത്തെ വീടുകൾക്കും കെട്ടിടങ്ങൾക്കും നാശനഷ്ടമുണ്ടായി. ചില വീടുകളുടെ ചുമരുകൾ തകർന്നതായും ജനാലകൾ ചിതറിയതായും നാട്ടുകാർ പറഞ്ഞു. നിരവധി പേർ അവശിഷ്ടങ്ങൾക്കടിയിൽ കുടുങ്ങിയിരിക്കാമെന്ന ആശങ്കയോടെ ഫയർഫോഴ്സും രക്ഷാപ്രവർത്തകരും സ്ഥലത്ത് തിരച്ചിൽ തുടരുകയാണ്. പരിക്കേറ്റവരെ അടിയന്തരമായി സമീപത്തെ ആശുപത്രികളിലേക്കു മാറ്റി. ഗുരുതരമായി പരിക്കേറ്റ ചിലരുടെ നില അതീവ ഗുരുതരമാണെന്നാണ് ആരോഗ്യവകുപ്പ് അറിയിച്ചത്. സംഭവത്തിനു പിന്നാലെ ജില്ലാ ഭരണകൂടവും പോലീസ് ഉന്നത ഉദ്യോഗസ്ഥരും സ്ഥലത്തെത്തി സ്ഥിതിഗതികൾ വിലയിരുത്തി. സ്ഫോടനത്തിനു പിന്നിലെ യഥാർത്ഥ കാരണം കണ്ടെത്താൻ വിശദമായ അന്വേഷണം ആരംഭിച്ചിട്ടുണ്ട്. വെടിക്കെട്ടുപുരയ്ക്ക് ആവശ്യമായ അനുമതികളുണ്ടായിരുന്നോയെന്നും സുരക്ഷാ മാനദണ്ഡങ്ങൾ പാലിച്ചിരുന്നോയെന്നും പരിശോധിക്കുന്നതാണ് പ്രധാന അന്വേഷണ ദിശ. കേരളത്തിൽ വെടിക്കെട്ട് അപകടങ്ങൾ ആവർത്തിക്കപ്പെടുന്ന സാഹചര്യത്തിൽ സുരക്ഷാ സംവിധാനങ്ങളുടെ കാര്യക്ഷമത വീണ്ടും ചർച്ചയാകുകയാണ്. വെടിക്കെട്ടിനായി ഉപയോഗിക്കുന്ന സ്ഫോടക വസ്തുക്കളുടെ സംഭരണവും കൈകാര്യം ചെയ്യലും വളരെ കർശനമായ മാനദണ്ഡങ്ങൾ അനുസരിച്ചായിരിക്കണം. എന്നാൽ പലപ്പോഴും ഈ ചട്ടങ്ങൾ പാലിക്കപ്പെടുന്നില്ലെന്നതാണ് ഇത്തരം ദുരന്തങ്ങൾ സൂചിപ്പിക്കുന്നത്. പ്രാദേശിക ഉത്സവങ്ങളോടനുബന്ധിച്ച് വെടിക്കെട്ടുകൾ വലിയ തോതിൽ സംഘടിപ്പിക്കുന്നതാണ് കേരളത്തിലെ പതിവ്. എന്നാൽ അതിനായി സ്ഫോടക വസ്തുക്കൾ സുരക്ഷിതമായി സൂക്ഷിക്കാനും കൈകാര്യം ചെയ്യാനും ആവശ്യമായ പരിശീലനവും സൗകര്യങ്ങളുമില്ലാത്തത് വലിയ അപകടസാധ്യതയാണ് സൃഷ്ടിക്കുന്നത്. മുണ്ടത്തിക്കോട് സംഭവവും അതിന്റെ ഉദാഹരണമായി മാറിയിരിക്കുകയാണ്. സംസ്ഥാന സർക്കാർ ദുരന്തത്തിൽ മരിച്ചവരുടെ കുടുംബങ്ങൾക്ക് ധനസഹായം പ്രഖ്യാപിക്കാനും പരിക്കേറ്റവരുടെ ചികിത്സ ചെലവ് ഏറ്റെടുക്കാനും സാധ്യതയുണ്ട്. അതോടൊപ്പം ഉത്തരവാദികളായവർക്കെതിരെ കർശന നടപടി സ്വീകരിക്കുമെന്നും അധികാരികൾ സൂചന നൽകി. ഇതിനു മുൻപും സമാന സംഭവങ്ങൾ നടന്നിട്ടുണ്ടെങ്കിലും ഇത്തരം ദുരന്തങ്ങൾ പൂർണ്ണമായും തടയാൻ സാധിച്ചിട്ടില്ലെന്നതാണ് യാഥാർത്ഥ്യം. വെടിക്കെട്ട് ഒരാഘോഷത്തിന്റെ ഭാഗമായിരിക്കുമ്പോഴും അതിന്റെ സുരക്ഷിതത്വം ഉറപ്പാക്കുന്നത് ഭരണകൂടത്തിന്റെയും സംഘാടകർക്കും ഒരുപോലെ ബാധ്യതയാണ്. നിയമങ്ങൾ കർശനമായി നടപ്പിലാക്കുകയും ലംഘനങ്ങൾക്ക് കടുത്ത ശിക്ഷ ഉറപ്പാക്കുകയും ചെയ്യാത്തപക്ഷം ഇത്തരം ദുരന്തങ്ങൾ വീണ്ടും ആവർത്തിക്കാനുള്ള സാധ്യത കൂടുതലാണെന്ന് വിദഗ്ധർ മുന്നറിയിപ്പ് നൽകുന്നു. മുണ്ടത്തിക്കോട് വെടിക്കെട്ട് ദുരന്തം കേരളത്തിന് വീണ്ടും ഒരു മുന്നറിയിപ്പായി മാറിയിരിക്കുകയാണ്. ആഘോഷങ്ങൾക്കൊപ്പം മനുഷ്യജീവിതത്തിന്റെ സുരക്ഷയും മുൻനിർത്തി പ്രവർത്തിക്കേണ്ടതിന്റെ ആവശ്യകതയാണ് ഈ സംഭവം ഓർമ്മപ്പെടുത്തുന്നത്. ദുരന്തത്തിന്റെ ആഘാതത്തിൽ വിറങ്ങലിച്ചിരിക്കുകയാണ് പ്രദേശവാസികൾ. മരണപ്പെട്ടവരുടെ കുടുംബങ്ങളുടെ ദുഃഖവും പരിക്കേറ്റവരുടെ വേദനയും സമൂഹത്തെ മുഴുവൻ സ്പർശിക്കുന്നതാണ്. ഇനിയും ഇത്തരം സംഭവങ്ങൾ ആവർത്തിക്കാതിരിക്കാനായി ശക്തമായ നടപടികൾ സ്വീകരിക്കേണ്ട സമയമാണെന്ന് പൊതുസമൂഹവും ആവശ്യപ്പെടുന്നു.